സോ ഗൈസ് നമ്മൾ കുറെ ആയി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. സോ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ്, അതായത് 3 ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 3 ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 40-50 ദിവസത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. സോ നമുക്ക് എന്തായാലും ഉടനെ തന്നെ പുതിയ വീഡിയോസ് ഇട്ട് തുടങ്ങാം. അടുത്ത മാസം എന്തായാലും ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോയാൽ എന്തായാലും ഡെയിലി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോയിലോട്ട് ഡയറക്റ്റ് പോവാം. സോ 3 ഫണ്ടഡ് അക്കൗണ്ട്സ്, അതും ഒന്ന് ചീപ്പായിട്ടുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട്, പക്ഷെ പേ ഔട്ട് കിട്ടുന്ന ഒരു ഫണ്ടഡ് അക്കൗണ്ട്, പിന്നെ കുറച്ച് ബിറ്റ് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണ്. ഓക്കെ, 3 ഫണ്ടഡ് അക്കൗണ്ട്സ് ഇപ്പോൾ 2026 മാർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഫണ്ടഡ് അക്കൗണ്ട്. ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫണ്ടഡ് അക്കൗണ്ട്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, 3 ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 3 ഫണ്ടഡ് അക്കൗണ്ട്സ് പറയുന്നതിൻ്റെ മുമ്പേ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് BTC USDൻ്റെ ട്രേഡാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ട്രേഡ്സ്, അതായത് ഒരു 70-60% ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ കേട്ടോ. സോ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ട്രേഡ് നമുക്ക് ജനറേറ്റ് ആകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പേര് അവരുടെ ട്രേഡ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രേഡ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരുപാട് ട്രേഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് സിൽവറിൽ നോക്കിയാലും കാണാൻ പറ്റും, നമ്മൾ സിൽവറിലും ഒരു ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ സിൽവറിലും ട്രേഡ് റണ്ണിങ് ആണ്. സോ ഇന്ന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് സിൽവർ റൺ ചെയ്യാത്തത്. പക്ഷേ BTC ഇന്ന് മാർക്കറ്റ് ഉണ്ട്. BTC ഓൾവേസ് എല്ലാ ടൈമിലും മാർക്കറ്റ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ BTC ഇപ്പോൾ മാർക്കറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് BTC റൺ ചെയ്യുന്നുണ്ട്. സോ ഇതേപോലത്തെ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ചീപ്പിന്ന്, അതായത് എക്സ്പെൻസീവിലേക്ക് വേണോ, ഇനി എക്സ്പെൻസീവ് നിന്ന് ചീപ്പിക്ക് വേണോ. സോ നമുക്ക് എന്തായാലും എക്സ്പെൻസീവിൽ നിന്ന് ചീപ്പിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മളുടെ ലിസ്റ്റിലെ എക്സ്പെൻസീവ് ലിസ്റ്റിലെ ഫസ്റ്റത്തതെന്ന് പറയുന്നത് ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. ഓക്കെ, ഫണ്ടഡ് നെക്സ്റ്റ്. സോ ഫണ്ടഡ് നെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫണ്ടഡ് നെക്സ്റ്റിൽ നമുക്ക് ഒന്നായിട്ട് പരിചയപ്പെടാം. സോ ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ്. ഒന്ന് USA USA സെലക്ട് ചെയ്യാം, അതായത് USA പുറത്തുള്ളവർക്ക് ഗ്ലോബൽ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ 2 ടൈപ്പായിട്ടാണ് ഉള്ളത്. ഫണ്ടഡ് നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു 3 എണ്ണത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ അകത്തുണ്ട് കേട്ടോ. സോ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ എംപവറിങ് പ്രോമിസിങ് ട്രേഡർ വേൾഡ് വൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് 24 hours ഗ്യാരൻറ്റീഡ് റിവാർഡാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ $1000 എക്സ്ട്രാ തരും എന്നൊക്കെയാണ് പറയുന്നത്. സോ അതെനിക്ക് വിശ്വാസം കുറവാണ്, പക്ഷെ അവരുടെ ആഡിലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ട്രസ്റ്റ് പൈലറ്റിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുള്ളതും ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. ഈവൻ ഫണ്ടിങ് ബിപ്സിനെക്കാട്ടും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇതിനാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിൽ അടിപൊളിയായിരിക്കും ഫണ്ടഡ് നെക്സ്റ്റ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചാലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചാലഞ്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. സോ ഫണ്ടഡ് നെക്സ്റ്റ് സ്റ്റെല്ലാർ 2 ആണ് കേട്ടോ. സ്റ്റെല്ലാർ 2ൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളത് തോന്നുന്നു സ്റ്റെല്ലാർ ലൈറ്റ് ആണ്, ഇതിലെ ഏറ്റവും ചീപ്പായിട്ടുള്ളത്. അതെ, സോ 5K വരുന്നത് $32 ആണ്. മറ്റേതിൽ $29 ഉള്ളൂ. $32 ആണ് വരുന്നത്, ഏകദേശം 32.99, അതായത് $33. സോ ഇത് വരുന്നത് 2 സ്റ്റെപ്പാണ് കേട്ടോ. 2 സ്റ്റെപ്പ്. ഇൻസെൻറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഇൻസെൻറ്റ് നോക്കണം, നമ്മളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 2 സ്റ്റെപ്പാണ്. ഇനി നിങ്ങൾക്ക് 1 സ്റ്റെപ്പോ ഇൻസെൻറ്റിനൊക്കെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്താൽ മതി, അതിനായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് നോക്കാം. സോ ഇവിടെ 8%, 4% ആണ് ഇതിലെ പ്രോഫിറ്റ് ടാർഗറ്റ്സ് വരുന്നത് രണ്ടിലായിട്ട്. സോ മെയിനായിട്ട് നമുക്കിതിൽ വേണ്ടത് ലോസ് ലിമിറ്റാണ്. ഡെയിലി ലോസ് ലിമിറ്റും മാക്സിമം ലോസ് ലിമിറ്റും. സോ 1%, 2% വെച്ച് കുറവാണ്. സോ ഡെയിലി ലോസ് ലിമിറ്റ് 4ഉം മാക്സിമം ലോസ് ലിമിറ്റ് 8ഉം ആണ് വരുന്നത്.
സോ ഇറ്റ്സ് ഓക്കെ. നോർമലി നമുക്ക് റിസ്ക് വെച്ച് ട്രേഡ് ചെയ്യാവുന്നുണ്ട്. സോ നമുക്ക് 1% റിസ്ക്, അതായത് $50 റിസ്ക് വെക്കാനുള്ള സംഭവം ഉണ്ട്. ഓക്കെ. സോ പെർ ട്രേഡിൽ $50 റിസ്ക് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഡിമാൻഡ് കാര്യമൊന്നുമല്ല. പക്ഷേ എങ്ങനെയായാലും 8 ട്രേഡ്സ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് 95% ആണ് ഇതിൻ്റെ റിവാർഡ് റേഷ്യോ. അതായത് 95% നമുക്ക് കിട്ടും. മറ്റേ സ്ഥലത്ത് നമുക്ക് 80%, 90%ഒക്കെ കിട്ടുള്ളൂ. 80%ഒക്കെ മാക്സിമം കിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് വിഡ്രോവൽ 21 ദിവസമാണ്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 5 ആണ്. ഈ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഇത്ര ദിവസം ട്രേഡ് ചെയ്തിരിക്കണം. അതായത് പേ ഔട്ട്, അതായത് അക്കൗണ്ട് പാസ്സാവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ചാടുള്ളൂ. നിങ്ങളിപ്പോൾ 4 ദിവസം കൊണ്ട് ഇതാക്കിയാൽ നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഈ ഒരു മിനിമം ട്രേഡിംഗ് ഡേയ്സിനോട് ഉദ്ദേശിച്ചത്. സോ ഇതിൽ കുറച്ച് എക്സ്പെൻസീവാണ്. ഇതിൽ തന്നെ പിന്നെ ഫ്യൂച്ചേഴ്സും ഉണ്ട്. മെയിനായിട്ട് ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് ആക്സസ് ഇല്ലല്ലോ അമേരിക്കേൻ്റെ ഒന്നും. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഇങ്ങനെ ഫണ്ടഡ് അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് മന്ത്ലി ബേസിൽ, കോൺട്രാക്ട് ബേസൊക്കെ ആയിരിക്കും. സോ പെർമനൻറ്റ് ബേസിന് എനിക്ക് തോന്നുന്നു നല്ല ക്വയറ്റ് എക്സ്പെൻസീവാണ്. സോ അതിൻ്റെയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സോ നമ്മളെ ഫസ്റ്റ് ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10K എബോവ് എടുക്കണം കേട്ടോ. സോ എന്നാലേ ലാഭമുള്ളൂ. 10K എബോവ് ആണ് എൻ്റെ പ്രിഫറൻസ്. ഇതിൽ $60 ആണ്, $60. ഓക്കെ. സോ നമ്മൾ അടുത്തതെന്ന് പറയുന്നത് നമ്മളിത് രണ്ടാമത്തെ ക്വയറ്റ് എക്സ്പെൻസീവ് ഒന്നുമല്ല, ഫണ്ടിങ് പിപ്സ് ആണ്. ഫണ്ടിങ് പിപ്സിൽ ഫണ്ടഡ് നെക്സ്റ്റിനെ അപേക്ഷിച്ച് കുറച്ച് പൈസ കുറവാണ്. ഓക്കെ, പക്ഷേ ഞാൻ യൂസ് ചെയ്തിരുന്നതാണിത്, ഫണ്ടഡ് നെക്സ്റ്റ്. അടിപൊളിയാണ് ഫണ്ടഡ് നെക്സ്റ്റിൻ്റെതൊക്കെ. സോ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ സോ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ 2 സ്റ്റെപ്പ് 10K. ഓക്കെ. സോ ഇതിൽ 3 ഡിഫറെൻറ്റ് നെയിംസ് കൊടുത്തിട്ടുണ്ട്: സ്റ്റുഡൻറ്റ്, പ്രാക്ടീഷണർ, മാസ്റ്റർ. ഓക്കെ. 10Kക്ക് വരുന്നത് $66 ആണ്. പക്ഷേ ഇപ്പോൾ 20% ഓഫ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു $50-something കിട്ടും. അതുകൊണ്ടാണ് ഇത് ഞാൻ സെക്കൻഡ് ചീപ്പർ എന്ന് പറഞ്ഞത്. സോ കൂപ്പൺ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഉണ്ട്, മേലെ തന്നെ കാണിക്കുന്നുണ്ട്. ഹെലോ എന്ന് പറഞ്ഞ കോഡാണ്. ഓക്കെ. സോ ഇത് ഫസ്റ്റ് പർച്ചേസിനാണുള്ളത്. സെക്കൻഡ് പർച്ചേസിനുള്ളത് ഇതിൻ്റെ ഡിസ്കോഡ് ചാനലിലുണ്ട്, ഏതോ കൂപ്പൺ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു FPO അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അത് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, നോക്കി നോക്കൂ കേട്ടോ. സോ ഇതിൽ മെയിനായിട്ട് വരുന്നതും സെയിം ആണ്. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് 5%, 8% ആയിരുന്നു. മറ്റേ സ്ഥലത്ത് 4%, 8% ആയിരുന്നു. പിന്നെ അവിടത്തേനെക്കാട്ടും മാറ്റി ഇവിടെ എന്താണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ 5%, 10% ആണ് ഡെയിലി ലോസ് ലിമിറ്റും മാക്സിമം ലോസ് ലിമിറ്റും വരുന്നത്. അവിടെ 4ഉം 8ഉം ആയിരുന്നു, ഇവിടെ 5ഉം 10ഉം ആണ്. ഓക്കെ. സോ ഇവിടെ 95% ഒന്നും പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഇല്ല. ഇവിടെ 80% ആണ് മാക്സിമം പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ അവിടെ 5 മിനിമം ട്രേഡിംഗ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മിനിമം 3 ട്രേഡിംഗ് ഡേയ്സ് ആണ് വരുന്നത്. സോ എന്തുകൊണ്ടും അതായത് ഫണ്ടഡ് നെക്സ്റ്റിനെക്കാട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫണ്ടിങ് പിപ്സ് ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ്. സോ എന്ത് ചോദിച്ചാലും അപ്പം തന്നെ വിത്തിൻ 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടും. അതാണ് ഫണ്ടഡ് നെക്സ്റ്റിൻ്റെത്. ഓക്കെ. സോ ഫണ്ടഡ് നെക്സ്റ്റും അടിപൊളി, ഫണ്ടിങ് പിപ്സും അടിപൊളിയാണ്. രണ്ടും അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. സോ ഫണ്ടഡ് അക്കൗണ്ട്സിൽ പിന്നെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂൾസും കാര്യങ്ങളൊക്കെ രണ്ടിലും ഒരേപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടഡ് അക്കൗണ്ട്സിലും ഒരേപോലെ തന്നെയാണ്. സോ അത് എടുക്കാൻ പറ്റുന്നവർ, അതായത് ആ റൂൾസൊക്കെ പാലിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഫണ്ടഡ് അക്കൗണ്ട്സ് എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ $66, $50 ഇട്ടിട്ട് കുറച്ചും കൂടി $50 കൂട്ടി വെച്ച് $100 ആക്കിയിട്ട് ഡയറക്റ്റ് ബ്രോക്കർ അക്കൗണ്ടിലേക്ക് ഇടുക. ബ്രോക്കർ അക്കൗണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ. സോ അതിനെക്കുറിച്ച് പേടിക്കണ്ട. സോ അതിന് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാം. റൂൾസ് പ്രോപ്പറായിട്ട് പാലിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. സോ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ ഫണ്ടിങ് പിപ്സിൻ്റെ ഇതാണ്. ഇനി ഏറ്റവും ചീപ്പർ നമ്മളെ ലിസ്റ്റിലെ ബക്കറ്റ് ലിസ്റ്റിലെ മൂന്നാമത്തത് വേറെ ഏതുമല്ല, ഗോഡ് ഫണ്ടഡ് ട്രേഡറാണ്. ഓക്കെ.
സോ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്, ഞാൻ ചാനൽ തുടങ്ങിയ കാലത്ത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിരുന്ന അക്കൗണ്ടാണത്. ഓക്കെ, സോ ഈ ഫണ്ടഡ് അക്കൗണ്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി. അതായത് പ്രൈസിലായാലും അവരുടെ വർക്കിലായാലും പറഞ്ഞിട്ട്. സോ ഗോഡ് സ്പ്ലിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ അവരുടെ ആഡ് ഓൺസും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താണ് ഒരു ഇൻസ്റ്റൻറ്റ് മോഡൽ. സോ ഭയങ്കര റേറ്റാണ് ഇതിനൊക്കെ, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത്. സോ നമുക്ക് എന്തായാലും നമ്മളുടെ 2 സ്റ്റെപ്പ് എടുക്കാം. സോ ഗോട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ മെയിൻലി നമുക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഗോട്ട് കുറച്ച് ചീപ്പാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഡൗൺ ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് വോളിയം മെട്രിക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ട്രേഡ് ലോക്കർ, മാച്ച് ട്രേഡർ, സി ട്രേഡർ, ട്രേഡിംഗ് മെറ്റാ ട്രേഡർ. ഓക്കെ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് മെറ്റാ ട്രേഡറാണ്. മെറ്റാ ട്രേഡറിൻ്റെ ആ ഒരു ഇതൊന്നും വേറെ എവിടെയും കിട്ടില്ല. സോ ഇതിൽ നമുക്ക് എന്തില്ല, 10K ഇല്ല, 5K, 8K, 15K ആണ്. സോ 50K എടുത്താലും നമുക്ക് ഏതാണ് $59 ഉള്ളൂ. സോ ഇതിൻ്റെ കോഡ് ഉണ്ട്, ഫസ്റ്റ് GFT എന്ന് പറയുന്ന കോഡ് ഉണ്ട്, ഇതുണ്ടോ. സോ ഈ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ടൈം ലിമിറ്റഡ് എന്തോ അപ്ലൈഡ് ആണ് തോന്നുന്നുണ്ട്. സോ 9859 അത് അപ്ലൈഡ് ആണ്. സോ $59 ഇത് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2K കുറയുകയാണെന്നുണ്ടെങ്കിൽ $34 നിങ്ങൾക്ക് എന്ത് കിട്ടും, 8K കിട്ടും. ഇനി അതിനും കുറവാണെന്നുണ്ടെങ്കിൽ $22 നിങ്ങൾക്ക് 5K കിട്ടും. ഒരു 8K നോക്കാം. 8Kക്ക് വെറും $34 ഉള്ളൂ. സോ നല്ലൊരു ഓപ്ഷനാണ്. സോ ഇതിൽ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ചാണ്. എങ്ങനെയാണോ ഫണ്ടഡ് നെക്സ്റ്റും ഫണ്ടിങ് ബിപ്സിൻ്റെ കസ്റ്റമർ സർവീസ് അതേപോലെ തന്നെയാണ് ഡിസ്കോഡിലാണ്, അതേപോലെ തന്നെ ഇവിടെ സൈഡ് പോപ്പപ്പിലും ഉണ്ടാവും. ഓക്കെ, കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മിഷേൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ആരാന്നറിയില്ല. സോ ഇതിൽ നമുക്ക് 8%, 6% ആണ്. സോ 1% കൂടി സെക്കൻഡ് ഫ്രൈസിൽ കൂടി. ഓക്കെ, സെക്കൻഡ് ഫ്രൈസിൽ 1% കൂടി, കുറച്ച് ചീപ്പായത് കൊണ്ടായിരിക്കും അവർ കൂട്ടുന്നത്. അതേപോലെ തന്നെ മാക്സിമം ലോസ് ലിമിറ്റ് 4 ഉള്ളൂ. പക്ഷേ ഡെയിലി ലോസ് ലിമിറ്റ് 4 ഉള്ളൂ, മാക്സിമം ലോസ് ലിമിറ്റ് 10 ഉണ്ട്. ഓക്കെ, സോ അത് നോക്കി അടിപൊളിയായിട്ട് ചെയ്യുക. പിന്നെ ലിവറേജും കാര്യങ്ങളൊക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80-100 ആഡ് ഓൺ ആണ്. 80 ആണ് ഇവിടെ മിനിമം. ഓക്കെ, 80% മിനിമം കിട്ടും. ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കണം. ഓക്കെ, ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആഡ് ഓൺ ചെയ്യാൻ പെയ്ഡ് ഓപ്ഷൻ. സോ ആഡ് ഓൺ ചെയ്യുന്ന ഓപ്ഷൻ എവിടെയാണെന്ന് അറിയുന്നില്ല. അത് ഇതിലൊന്നും ക്ലിക്ക് ചെയ്തിട്ടാവുന്നില്ലല്ലോ. സോ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പർച്ചേസിൻ്റെ ഇടയ്ക്കാണ് ആഡ് ഓൺ ചെയ്യേണ്ടത് തോന്നുന്നു. ഗെറ്റ് ഫണ്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്കൗട്ട് ചെയ്യും. ചെക്കൗട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൊടുക്കേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. സോ ചെക്കൗട്ട് ഗോട്ട് ഫണ്ടഡ് ട്രേഡർ. സോ ഗോട്ട് ഫണ്ടഡ് നല്ല അഭിപ്രായം കേട്ടോ, എല്ലാവർക്കും യൂസ് ചെയ്ത് എല്ലാവർക്കും നല്ല അഭിപ്രായം. സോ ഇവിടെ ഉണ്ടാവും ആഡ് ചെയ്യാനുള്ളത്. ഇതാ. സോ 100% പ്രോഫിറ്റ് സ്പ്ലിറ്റിന് പ്ലസ് 20% ആഡ് ഓൺ കൊടുക്കണം. അതായത് എത്രയോ 20% എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൂടുതലായി. പിന്നെ ഫസ്റ്റ് പേ ഔട്ട് ഓൺ ഡിമാൻഡ് വാസ് 14 days. ബോത്ത് സേവ്സ് 5 രണ്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. സോ എത്രയോ അത് റീഫ്രഷ് ആവുന്നില്ല. സോ എങ്ങനെയാണെന്നുള്ളത് എന്തായാലും 20% എന്ന് പറയുമ്പോൾ ഒരു $3-4 കൂടും. $4 കൂടി ആ ഒരു ലെവലിലാവും. സോ 2 അക്കൗണ്ട്, അതായത് 32.2-ന് 2 അക്കൗണ്ട് ഇൻക്രീസ് ചാൻസ് ബൈ 2x. സോ $62 ആണ്. സോ അതിനൊന്നും പോകാൻ നിൽക്കണ്ട. അത് 3 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ ഒരുമിച്ച് എന്നൊക്കെയുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് $33 സാധനം കിട്ടും. 8K. ഓക്കെ, സോ ബെസ്റ്റ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെസ്റ്റ്
ഫണ്ടിങ് ബിപ്സും കോഡ് ഫണ്ടഡും ആണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങളിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് നെക്സ്റ്റ് എടുക്കാം, അതായത് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ. സോ ക്വിക്കായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ബിഹേവിയർ, അത് കസ്റ്റമർ സർവീസ് ആയാലും അവരുടെ ഒരു വെബ്സൈറ്റ് ആയാലും ഇനിയിപ്പോൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളായാലും റൂൾസിൻ്റെ അതായാലും ഒക്കെ ഫണ്ട് നെക്സ്റ്റ് ആണ്. ഇതിലൊക്കെ കുറച്ച് റൂൾസ് കൂടുതലുണ്ട് ഫണ്ടിങ് ബിപ്സിലും ഗോഡ് ഫണ്ടഡിലൊക്കെ. സോ റൂൾസ് അറിയാതെ ഒരിക്കലും പോയി എടുക്കരുത്. ഞാൻ റൂൾസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതൊക്കെ പോയി ചെക്ക് ചെയ്തോളുക. ഓക്കെ. സോ ഇനി റൂൾസിൻ്റെ വീഡിയോസ് ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ റൂൾസും കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്നറിയില്ല, ചെക്ക് ചെയ്തിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും ഉണ്ടാക്കിയിടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ. സോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോ. സോ ഗൈസ്, നമ്മൾ ആ 3 ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് ഫണ്ടഡ് അക്കൗണ്ട് ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. സോ 3 ഫണ്ടഡ് അക്കൗണ്ടിലും 3ഉം ഒന്നിനൊന്ന് മെച്ചാണ്. സോ ഓരോന്നിനും ഓരോ ക്വാളിറ്റീസ് ആണ്. നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ. സോ അതിനൊന്നും പ്രത്യേകിച്ചതില്ല. കാരണം ചീപ്പായിട്ടുള്ളതുണ്ട്, ക്വയറ്റ് എക്സ്പെൻസീവ് ആയതുണ്ട്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്. സോ സോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഡോളേഴ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. സോ കസ്റ്റമർ സപ്പോർട്ടിന്റെ ആയാലും ഇനിയിപ്പോൾ പെർഫോമൻസിന്റെ ആയാലും റൂൾസിന്റെ ആയാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിൽ. സോ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക. സോ എൻ്റെ ഞാൻ എടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒന്ന് ഗോഡ് ഫണ്ടഡും ഫണ്ടിങ് ബിപ്സ് തന്നെ ആയിരിക്കും. ഓക്കെ. രണ്ടെണ്ണം അടിപൊളി ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ്. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മള് മെയിൻ ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഇടാത്തതിന്റെ കാരണം ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. സോ അതാണ്. സോ നമ്മൾ എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.